നമസ്തേ, ഞങ്ങൾ ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടു, മിസ്റ്റർ അശോകൻ. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം, പൈസ പോക്കറ്റടിച്ച് പോയ ഒരു കഥയാണ്. ഇന്നിപ്പോൾ പൈസ അധികം കൊണ്ടുനടക്കുന്ന കാലമല്ല, അത് കാരണം പോക്കറ്റടി ഇത്തിരി കുറവാണ്. എന്നാൽ എൻ്റെ പൈസ പോയിട്ടുണ്ട്. എൻ്റെ 2500 രൂപ പോയിട്ടായിരുന്നു. അത് ബോണസ് കിട്ടിയ പൈസയായിരുന്നു. ഇദ്ദേഹത്തിന് കിട്ടിയ അനുഭവം പറയും. ഓക്കെ, താങ്ക് യു. ഞാൻ ചാലക്കുടി ഹോട്ടൽ ലിബർട്ടി ഹോട്ടൽ പൂട്ടിയിരിക്കുകയാണ്. അവിടെ ഒരു 11 കൊല്ലത്തോളം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 11 കൊല്ലം ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയ സർവീസ് ഇപ്പോഴല്ല, 30 കൊല്ലം പഠനം. അപ്പോൾ ആ കാശ് കിട്ടിയിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലായിരുന്നു, ഒരു വിസിറ്റിംഗ് വിസയിൽ. അങ്ങനെ ഈ നമ്മളൊരു കൂട്ടുകാരനാണ്, കോട്ടയത്തുള്ളതാണ്. ആള് വിസയുടെ പരിപാടിയൊക്കെ റെഡിയാക്കി കാശ് അവിടെ ചെന്നിട്ട് ബോംബെയിൽ ചെന്നിട്ട് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരുന്നിരുന്നത്. പക്ഷേ ഈ കാശ് എൻ്റെ കൂടെ ആളുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അത് ഒരുമിച്ച് ഞങ്ങൾ പോയത് ട്രെയിനിൽ പോയിട്ട് ബോംബെയിൽ നിന്ന് അവിടെ ഗൾഫിലേക്ക് ചെന്ന് ഇറങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഈ കാശ് ഞാൻ നോക്കിയത്. അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. അത് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഇതായണോ, അതേ ബോംബെയിൽ ട്രെയിനിൽ വെച്ചിട്ട് പോക്കറ്റ് അടിച്ച് പോയതാണോന്ന് അറിയില്ല. ഞാനത് കാരണം വളരെയധികം ബുദ്ധിമുട്ടായി ആ ജോലിക്ക് വേണ്ടി പൈസ അടയ്ക്കാനായിട്ട്. പിന്നെ അവിടെ പോയി ഗൾഫിൽ പോയിട്ട് ഒരു 2-3 മാസത്തോളം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഈ 5000 രൂപ കൊടുത്തതിന് ഈ പരിപാടിക്ക് ഞാൻ ഈ വിസ തരാമെന്ന് പറഞ്ഞ ആൾക്ക് പൈസ കൊടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. അങ്ങനെ എനിക്ക്